എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നേരത്തെ എന്നോട് കുറേ നാൾ മുന്നേ ഒരാൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഷോർട്സ് ഇടാറുണ്ട്. ഹൂ ഈസ് കമ്മിങ് ടുവേർഡ്സ് യു, അല്ലെങ്കിൽ ആരാണ് ഈ സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത്, അതായത് നിങ്ങളുടെ പേഴ്സണെ കുറിച്ചുള്ള അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി ഒരു ഇഷ്ടം തോന്നുന്ന ആ വ്യക്തിയെ പറ്റിയുള്ള ക്ലൂസ് അല്ലേ. അപ്പോൾ അത് ഇന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ പതിവ് പോലെ എല്ലാ കാർഡും കൂടി ഒന്നിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ട് ഞാൻ പിക്കപ്പ് പൈൽ വെച്ചിട്ട് ചെയ്യാം. പിക്കപ്പ് പൈൽ വെച്ച് ചെയ്തിട്ട് നമുക്ക് നോക്കാം. നിങ്ങൾ പിക്ക് ചെയ്യുന്ന പൈലനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം കണക്റ്റ് ആവുന്നു നോക്കാം. ഓക്കെ, എല്ലാ പൈലും തന്നെ കണ്ടോളൂ, അതിൽ ഏതെങ്കിലും ഒന്ന് കണക്റ്റ് ആവാതിരിക്കില്ല നിങ്ങൾക്ക്, കേട്ടോ. ഓക്കെ, അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി നിങ്ങൾ വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ, തീർച്ചയായും ചെയ്തു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോവാം. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എല്ലാവർക്കും, കേട്ടോ, പറയാൻ വിട്ടുപോയി. റീഡിങ്ങിൽ ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണെ കുറിച്ച് അവർക്ക് ചില ക്ലൂസ് കൊടുക്കൂ. ഹൂ ഈസ് തിങ്കിങ് അബൌട്ട് ദം? ഹൂ ഈസ് തിങ്കിങ് അബൌട്ട് ദം? ആരാണ് എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് ഈ സമയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് അവർക്കൊരു ഗൈഡൻസ് കൊടുക്കൂ. ആരാണ് എൻ്റെ വ്യൂവേഴ്സിനെ പറ്റി ഈ സമയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് ഒരു ക്ലൂ കൊടുക്കൂ. ആരാണ് എൻ്റെ വ്യൂവേഴ്സിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരു ക്ലൂ അവർക്ക് കൊടുക്കൂ. ഡിവൈൻ പിക്കപ്പ് ഹൈലൈറ്റാണ് ചെയ്യുന്നത്, കേട്ടോ. പൈൽ 1, പൈൽ 2, pile 3, കൂടുതൽ പൈൽസ് എടുക്കാം. പൈൽ 4, 6 പൈൽ എടുക്കാം. pile 5, pile 6. ഓക്കെ, 1 2 3 4 5 6 ഏതെങ്കിലും ഒരു നമ്പർ മനസ്സിൽ വിചാരിച്ചാൽ മതി. ആ നമ്പർ പൈലാണ് നിങ്ങൾ എടുക്കുന്നത്. ഓക്കെ, നോക്കാം. പൈൽ 1കാർക്ക് 2കാർക്ക് എത്രത്തോളം എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ഞാൻ പറഞ്ഞു തരാം, കേട്ടോ. എല്ലാ പൈലും തന്നെ കണ്ടോളൂ, ഇതിൽ ഏതെങ്കിലും പൈല് നിങ്ങൾക്ക് റെസനേറ്റ് ആവാതിരിക്കില്ല. ഓക്കെ, നോക്കട്ടെ. പൈൽ 1കാർക്ക് എംപറർ, വാവ്, 8 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ഹാൻഡ്മാൻ. നിങ്ങളെ പറ്റി ചിന്തിക്കുന്ന നിങ്ങളുടെ സ്പൗസ് തന്നെയാണ്. നിങ്ങളുടെ സ്പൗസ് ജോലി സംബന്ധമായിട്ട് നിങ്ങളിൽ നിന്നും ഇപ്പോൾ ഒന്ന് ഡിസ്റ്റൻസിലിരിക്കുകയാണ്. ജോലി സംബന്ധമായിട്ടാണ്, വേറെ ഇഷ്യൂസ് ഒന്നും അല്ല. മാത്രമല്ല നിങ്ങളുടെ സ്പൗസ് ഇച്ചിരി പിടിവാശിയൊക്കെ ഉള്ള ഒരു വ്യക്തിയുമാണ്. ഓക്കെ, സ്പൗസ് അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായി അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന പാർട്ട്നേഴ്സാണ്. ലിവിങ് ടുഗദർ ആയിരിക്കാം, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് വിവാഹത്തിനോട് എടുത്തെത്തിക്കഴിഞ്ഞു വളരെ സ്ട്രോങ് കമ്മിറ്റഡ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ്. ഓക്കെ, സ്പൗസായിട്ടാണ് കൂടുതലായിട്ടും കണക്റ്റ് ആവുന്നത്, കാരണം കുഞ്ഞുങ്ങളുടെ എനർജിയും അവിടെ കാണുന്നുണ്ട്, കേട്ടോ. വളരെ തീവ്രമായിട്ട് നിങ്ങൾ പരസ്പരം ചിന്തിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അവർ ഒരു ഇവൻ്റായിട്ടോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ ഒക്കെ കുറച്ച് ഒന്ന് വിട്ടു നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥയിലാണ്. അവിടെ കുറച്ച് വിചാരിച്ച രീതിയിൽ ആ ജോബ് തീർക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ സ്റ്റേ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. അവിടെ അവർ സ്റ്റക്കാണ്. ഓക്കെ, പക്ഷെ നിങ്ങളെ വല്ലാതെ ഓർക്കുന്നു, മിസ് ചെയ്യുന്നു. നിങ്ങൾ ന്യൂലി മാരീഡും ആയിരിക്കാം, കേട്ടോ. ന്യൂലി മാരീഡ് കപ്പിളും ആയിരിക്കാം. പരസ്പരം വല്ലാതെ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ സ്വല്പം പിടിവാശിയൊക്കെ ഉള്ള വ്യക്തിയാണ്. വാശി അങ്ങനെ, പക്ഷെ നിങ്ങളോ ഭയങ്കര കെയറിങ് ആയിട്ടുള്ള, ഒരുപാട് സ്നേഹം കൊടുക്കുന്ന, അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്ന വ്യക്തിയുമാണ് നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ. ഓക്കെ, എനിക്കിവിടെ കൂടുതലായും കണക്റ്റായ രാശികൾ
ടോറസ് ഇടവരാശി, മേടരാശി ഏരീസ്, പിന്നെ ടോറസ് വിർഗോ കാപ്രിക്കോൺ, ഇടവം കന്നി മകരം കേട്ടോ. പിന്നെ മീനരാശി പൈസസ്, അതും ആണ് എനിക്ക് ഈ ഗ്രൂപ്പ്. ഇതിൽ നിങ്ങൾ ഈ ഗ്രൂപ്പിൽപ്പെട്ട, അതായത് ഈ പറഞ്ഞ സോഡിയാക്സിൽ പെട്ട വ്യക്തിയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ എന്നും കാണുന്നു. ഓക്കെ, ഫയൽ നമ്പർ 2ലേക്ക് പോകാം. കൂടുതലായിട്ട് നമുക്ക് ഇടവരാശി തന്നെയാണ് കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എനിക്ക് കൂടുതലായി രാശി കണക്റ്റ് ആകുന്ന വൃശ്ചിക രാശി, സ്കോർപ്പിയോൺ, പിന്നെ മീനരാശി പൈസസ്, ടോറസ് വിർഗോ കാപ്രിക്കോൺ, ഇടവം കന്നി മകരം. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടും മെയിനായിട്ട് ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ കൊണ്ടും തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവിടെ ഫാമിലി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, അവരുടെ അമ്മ കൂടുതലായിട്ടും. അതുകൊണ്ട് ഒരു തടസ്സം നേരിട്ടിരിക്കാം. പക്ഷേ ഇപ്പോൾ അവർ ചിന്തിക്കുന്ന ആ പ്രശ്നം സോൾവ് ആക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു റീകണക്ഷന് വേണ്ടിയിട്ട്, ഒരു റീയൂണിയന് വേണ്ടിയിട്ട് അവർ വരാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുകയാണ് കേട്ടോ. കരിയർ പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ കടങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, റെസ്പോൺസിബിലിറ്റീസ്, വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അമ്മ എതിർത്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോൾ ആ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. പുള്ളി ഈ പറഞ്ഞ വ്യക്തി ജോലിയിലേക്ക് കയറിയിട്ടുണ്ടായിരിക്കാം, അവരുടെ സമ്മതം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് കാര്യങ്ങൾക്ക് ഒരറ്റം എത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് കാണുന്നു. ഓക്കെ, അപ്പോൾ അവർ റീയൂണിയനെ പറ്റിയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൺ ഒക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിരിക്കാം കേട്ടോ. അതായത് ജ്യോത്സ്യം, ടാറോ റീഡിങ്, അതേപോലെ ആസ്ട്രോളജി, ന്യൂമറോളജി, അങ്ങനെയെല്ലാം, ബാങ്കിങ് ഫീൽഡ്, അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുമായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. സ്പിരിച്വലി റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയുമായിരിക്കാം കേട്ടോ. ഇൻറ്റ്യൂഷൻസ് ഒക്കെ വളരെയധികം വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ ഒരു വ്യക്തിയുമായിരിക്കാം. ദിവസവും അമ്പലം, പള്ളി അങ്ങനെയൊക്കെ പോകുന്ന വളരെ സ്ട്രോങ് ആയിട്ട് ദൈവവിശ്വാസമുള്ള വ്യക്തിയാണ് എന്നും കാണുന്നു. ഒരു ടീമിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം. IT അങ്ങനെയൊക്കെ ഒരു ടീം വർക്ക് വേണ്ടി വരുന്ന രീതിയിൽ ഒരു പ്രോജക്റ്റിൽ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളുമായിരിക്കാം. എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളുമായിരിക്കാം. ബാങ്കിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളുമായിരിക്കാം കേട്ടോ. ഫസ്റ്റ് ഫയലുകാർക്ക് ഞാൻ പറയാൻ വിട്ടുപോയി, പ്രൊഫഷൻസ് പറയാൻ വിട്ടുപോയി, ക്ഷമിക്കുക. നിങ്ങൾ മോഡലിംഗ്, അതേപോലെ എന്താ പറയുക, സോഷ്യൽ മീഡിയ റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഫാഷൻ ഡിസൈനിങ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ആക്ടിങ്, അതേപോലെ വേറെന്താണ്, ഷോർട്ട് ഫിലിംസ് ഒക്കെ ഉണ്ടാക്കുന്ന അങ്ങനത്തെ യൂട്യൂബിൽ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. മാനേജറിയൽ പൊസിഷൻസിൽ ഇരിക്കുന്ന വ്യക്തികളായിരിക്കാം. ഗവൺമെന്റ് ജോബ്സിൽ ഇരിക്കുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ അതിൽ വണ്ണുകാരുടെ പറയുന്നത് ഗവൺമെന്റ് ജോബ്സ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഇവരുടെ താഴെ കുറേ പേര് ജോലി ചെയ്യുന്നുണ്ട്. ബാങ്കിങ് ഫീൽഡിൽ CA, ഓഡിറ്റിംഗ് അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ആളായിരിക്കാം. അതേപോലെ സ്വിമ്മിങ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന വ്യക്തിയുമായിരിക്കാം. അതായത് സ്വിമ്മിങ് പഠിപ്പിക്കുക, ടീച്ചർ, അങ്ങനെയുണ്ടല്ലോ, അങ്ങനത്തെ ജോലി ചെയ്യുന്ന ഒരാളും ആയിരിക്കാം കേട്ടോ. സ്പിരിച്വലി റിലേറ്റഡ് വ്യക്തിയുമായിരിക്കാം അവിടെ. അങ്ങനെയും കാണുന്നുണ്ട് കേട്ടോ. അത് ഫയൽ 1കാർക്ക്. ഫയൽ 2കാരുടെ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അത് ഞാൻ പറയാൻ വിട്ടുപോയി, ക്ഷമിക്കുക കേട്ടോ. ഇനി ഫയൽ 3കാർക്ക് ചാരിയറ്റ്, വേൾഡ്, കിങ് ഓഫ് കപ്സ്, ടെമ്പറൻസ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇത്ര കാലം നിങ്ങളുടെ അടുത്ത് അവരുടെ ഫീലിങ്സ് വെളിപ്പെടുത്തിയിട്ടുണ്ടാവില്ല. വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ഡിസ്റ്റൻസിലേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം അവർക്ക് ഉണ്ടായി. ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്തായിരിക്കാം അവർ. എന്തായാലും ഒരു ഡിസ്റ്റൻസ്, ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് നിങ്ങളുടെ ഇടയിൽ കാണുന്നുണ്ട്. ഒന്നുകിൽ ടൗണിൻ്റെ മറ്റൊരു ഭാഗത്ത്, സിറ്റിയുടെ മറ്റൊരു ഭാഗത്ത്, മറ്റൊരു സിറ്റിയിൽ, മറ്റൊരു സ്റ്റേറ്റിൽ, ഇന്ത്യയിൽ തന്നെ മറ്റൊരു ഭാഗത്ത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് അങ്ങനെ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അതേപോലെ ഇന്ത്യയിൽ തന്നെ ആണെങ്കിലും ഇവർ കൂടുതലായി യൂണിഫോംഡ് ജോബ് ചെയ്യുന്ന വ്യക്തികളും ആയിരിക്കാം. അതായത് ആർമി, നേവി, പോലീസ്, എയർഫോഴ്സ്, അതേപോലെ യൂണിഫോംസ് വേണ്ട 100 കണക്കിന് ജോലിയുണ്ട് അല്ലേ. ലൈക്ക് ഈവൻ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ, അതേപോലെ ലാബ് അങ്ങനെയൊക്കെ ജോലി ചെയ്യുമല്ലോ, മെഡിക്കൽ ഫീൽഡ്,
പിന്നെന്താണ് ഡോക്ടേഴ്സ്, ഈവൻ ഓട്ടോ ഓടിക്കുന്നവര്, ഡ്രൈവേഴ്സ്, പിന്നെ വേറെന്താ വക്കീല്, അങ്ങനെ യൂണിഫോം ആവശ്യമുള്ള പല ജോൺറ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. എയർപോർട്ട് സ്റ്റാഫ് ആയിരിക്കാം, എയർപോർട്ടിൻ്റെ അകത്ത് പല പല ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അതേപോലെ വേറെന്താ വേറെ ഏതൊക്കെ ജോലിക്കാണ്, ഈവൻ സലൂണിൽ വർക്ക് ചെയ്യുന്നവര്, ഓക്കെ, സലൂണിലൊക്കെ ഇപ്പോൾ യൂണിഫോംസ് ഉണ്ടല്ലോ. അങ്ങനെ ടീച്ചിങ് പ്രൊഫഷനിൽ ചിലർക്ക് ടീച്ചേഴ്സും ആയിരിക്കാം, അവർ യൂണിഫോം വേണ്ടുന്ന സ്കൂളിൽ അങ്ങനെ ജോലി ചെയ്യുന്നവരായിരിക്കാം. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ടീച്ചേഴ്സിന് യൂണിഫോം ഉണ്ട്, ഓക്കെ, അങ്ങനെയും ആയിരിക്കാം. പിന്നെ വേറെന്താ എൻ്റെ ഓർമ്മയിൽ വന്നതെല്ലാം ഞാൻ പറഞ്ഞു കേട്ടോ. ഈ പെട്രോൾ സ്റ്റേഷനിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ യൂണിഫോം ഉണ്ടല്ലോ. അങ്ങനത്തെ മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്. യൂണിഫോം ആവശ്യമുണ്ട് അവരുടെ ജോലിക്ക്. ലോങ് ഡിസ്റ്റൻസിലും ആണ് എന്ന് തന്നെ കാണുന്നു. പക്ഷേ അവരൊരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ ഇരിക്കുകയായിരുന്നെങ്കിൽ ചില സമയത്ത് നിങ്ങൾക്ക് ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ തന്നിട്ട് നിങ്ങളുടെ പേഴ്സൺ മിണ്ടാതിരുന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇപ്പോൾ അവർ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിരിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് അവർക്ക് എന്താണ് വേണ്ടത് എന്നതിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി അവർക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഉറച്ച തീരുമാനവുമായിട്ട് വരാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ രാശികളെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ പേഴ്സൺ സ്പിരിച്വലി റിലേറ്റഡ് ആളുമായിരിക്കാം കേട്ടോ. സ്പിരിച്വലി റിലേറ്റഡ് കുറേ അധികം കണക്റ്റഡ് ആവുന്നുണ്ട്. ഇവർ മെഡിറ്റേഷൻസ് ഒക്കെ പതിവായിട്ട് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. അതേപോലെ സ്പിരിച്വാലിറ്റി പഠിപ്പിച്ചു കൊടുക്കുന്ന വ്യക്തിയുമായിരിക്കാം. പ്രഭാഷണങ്ങളൊക്കെ ചെയ്യുന്ന, ഈവൺ ഒരു പ്രീസ്റ്റ് ആയിരിക്കാം. വേറെന്താണ്, സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ക്ലാസ്സസ് എടുക്കുന്ന, ഹീലിംഗ് റിലേറ്റഡ് ക്ലാസ്സസ് എടുക്കുന്ന ഇവർ ഹീലർ തന്നെ ആയിരിക്കാം. അങ്ങനെ പല ഇതുണ്ട്. ഈവൻ പൈലറ്റ്, ഓക്കെ, വേൾഡ് എന്ന് കണ്ടതുകൊണ്ട് ഞാൻ വേൾഡിൻ്റെ പല ഭാഗത്ത് ഫ്ലൈ ചെയ്യുന്ന അങ്ങനെയും ആയിരിക്കാം. എയർ ഹോസ്റ്റസ് ആയിരിക്കാം. ക്യാബിൻ ക്രൂ, എയർ ഹോസ്റ്റസ് എന്നല്ല, ക്യാബിൻ ക്രൂ ആണോ ആയിരിക്കാം പെണ്ണോ ആയിരിക്കാം, ഓക്കെ, അതും ഉണ്ട്, ഓക്കെ. അങ്ങനെ പല ജോലികളാണ് പെട്ടെന്ന് കണക്റ്റ് ആയതാണ് വേൾഡ് എന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെ പല ജോലികളാണ് എനിക്ക് അവിടെ കണക്റ്റ് ആവുന്നത്. രാശികൾ പറഞ്ഞു തരാം. രാശികൾ എനിക്ക് വേൾഡ് വരുമ്പോൾ നമുക്ക് പൊതുവെ എല്ലാ സോഡിയാക് സയൻസും തന്നെ അതിൽ ഉൾപ്പെടും കേട്ടോ. എന്നാലും കൂടുതലായിട്ട് കണക്റ്റ് ആയത് ഞാൻ പറഞ്ഞു തരാം. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം രാശികൾ. പിന്നെ സാജിറ്റേറിയസ്, ധനുരാശി, ക്യാൻസർ, കർക്കിടക രാശി, ഓക്കെ. ഇത്രയും ആണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കണക്റ്റ് ആയിരിക്കുന്നത്. പക്ഷെ പൊതുവെ എല്ലാ രാശികളും തന്നെ കുറേശ്ശെ അവിടെ കണക്റ്റ് ആവുന്നുണ്ട് വേൾഡ് വെച്ചിട്ട് കേട്ടോ. കൂടുതലായും ഈ രാശികളിൽപ്പെട്ട ആളായിരിക്കണം നിങ്ങളുടെ വ്യക്തി, ഓക്കെ. 4 നോക്കാം. ജഡ്ജ്മെൻറ്റ്, പേജ് ഓഫ് വാൻഡ്സ്, 3 ഓഫ് വാൻഡ്സ്, 5 ഓഫ് കപ്സ്. നിങ്ങളുടെ പേഴ്സൺ ലോങ് ഡിസ്റ്റൻസിലേക്ക് പോയിട്ടുള്ള വ്യക്തിയാണ്. അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. അവിടെ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാമെന്നും കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇൻ കമ്മ്യൂണിക്കേഷൻ ആണ്, ചാറ്റ് ചെയ്യാറുണ്ട്. രണ്ടുപേരും പരസ്പരം പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് തോന്നുന്ന അത്രയും തീവ്രമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. മിസ്സിങ് എനർജി വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ദൂരദിക്കിലാണെങ്കിലും അവർ ഇരിക്കുന്ന അവിടെ നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യുന്നു എന്ന് കാണുന്നു കേട്ടോ. തേർഡ് പാർട്ടി അവരുടെ കൂടെ ഉണ്ട് എന്നും കാണുന്നുണ്ട്. തേർഡ് പാർട്ടി, ഫോർത്ത് പാർട്ടി ആരൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് നിങ്ങളെ വല്ലാതെ മിസ്സിങ് ആണ്, ഓക്കെ. നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കാറുണ്ട് എന്നും കാണുന്നു കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം. അതേപോലെ ലോ റിലേറ്റഡ്, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി, ഈവൻ പോലീസിലായിരിക്കാം, വക്കീലായിരിക്കാം, വക്കീൽ ഓഫീസിൽ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, ഈവൻ ഡോക്യുമെൻ്റ് റൈറ്റർ അങ്ങനത്തെ ജോലികൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റുഡൻറ്റും ആയിരിക്കാം കേട്ടോ. സ്റ്റുഡൻ്റ് അവിടെ ഇപ്പോൾ തേർഡ് പാർട്ടി അവരുടെ പാരൻസ് ആയിട്ട് വരും, ഓക്കെ. അതേപോലെ സ്റ്റുഡൻസ് ആണെങ്കിൽ, ഓക്കെ. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നവർ, ഈവൻ യൂട്യൂബുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. അതേപോലെ വേറെന്താണ്, സംസാരം കൂടുതലായിട്ട് ആവശ്യം വരുന്ന ഒരു പ്രൊഫഷനിലുള്ള ടീച്ചറായിരിക്കാം, ഓക്കെ. ടീച്ചറായിരിക്കാം, സ്റ്റുഡൻ്റ് ആയിരിക്കാം കേട്ടോ. അതേപോലെ വേറെന്താണ്, കടൽ വഴി ട്രാവൽ ചെയ്യുന്ന സെയിലർ, ഷിപ്പിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തിയുമായിരിക്കാം, ഓക്കെ. വേറെ എന്താണ്,
പരമാവധി ഞാൻ ആലോചിച്ച് ഞാൻ പറയുകയാണ് കേട്ടോ. ഫ്രീക്വൻറ്റ് ട്രാവൽ ആവശ്യം വരുന്ന ജോബിൽ ഉള്ള ഒരാളുമായിരിക്കാം. ഏത് പ്രൊഫഷനിലായാലും ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവലിംഗ് ആവശ്യം വരാറുണ്ട് അവർക്ക്. അങ്ങനെ ഒരു ജോബിലും ആയിരിക്കാം കേട്ടോ. ഇവിടെ എനിക്ക് രാശികൾ കൂടുതലായിട്ട് കണക്റ്റ് ആയത് കപ്സിൻ്റെയും വോൺസിൻ്റെയും ജഡ്ജ്മെൻറ്റിൻ്റെയും. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. അതേപോലെ കപ്സ് വെച്ച് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. വോൺസായി, കപ്സായി. ഇനി നമുക്ക് ജഡ്ജ്മെൻറ്റ് ലിബ്ര, തുലാരാശി കേട്ടോ. ഞാൻ ഓർത്തോർത്ത് പറയുകയാണ്. ഇത് 78 കാർഡുള്ളതുകൊണ്ട് നമുക്ക് ഇത്രയും രാശികൾ ഓർത്ത് വയ്ക്കണമല്ലോ. ഓക്കെ, നിങ്ങൾക്ക് കുറേയെങ്കിലും നിങ്ങളുടെ പേഴ്സണെ പറ്റി ഒരു ഐഡിയ കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത പൈലിലേക്ക് പോകാം. പൈൽ നമ്പർ 5. നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾക്ക് തോന്നാറുണ്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വേണ്ടത്ര എഫേർട്സ് പോരാ എന്ന് ഇത്ര കാലം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. കാരണം കമ്മിറ്റഡ് ആണോ ചോദിച്ചാൽ ആണ്, പക്ഷേ കംപ്ലീറ്റ്ലി കമ്മിറ്റഡ് ആണോ ചോദിച്ചാൽ അല്ല എന്നുള്ളൊരു അവസ്ഥ. നിങ്ങൾക്ക് പലപ്പോഴും ഇൻസെക്യൂരിറ്റി തോന്നാറുണ്ട്. ഇവർക്ക് സത്യത്തിൽ സ്നേഹമാണോ അതോ ചുമ്മാ അഭിനയിക്കുന്നതാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ടായിരിക്കും കേട്ടോ. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എത്ര എഫേർട്ട് വേണമെങ്കിൽ ഇടാം, അത് എന്ത് പ്രോബ്ലം ഉണ്ടോ അതെല്ലാം ശരിയാക്കി എടുത്ത് ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തരണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഇത്രയും നാൾ ഇങ്ങനെ എന്താ പറയുക, വേണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, സത്യത്തിൽ നിങ്ങൾക്ക് തോന്നിയത് കറക്റ്റ് തന്നെയാണ്. അവരൊരു ജഗ്ലിംഗ് സ്റ്റേജിലായിരുന്നു. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നൊരു ജഗ്ലിങ്ങിലായിരുന്നു അവർ. പക്ഷെ ഇപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട്, ഇപ്പോൾ അവർക്ക് ആ ഇമോഷണൽ സ്റ്റെബിലിറ്റി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇങ്ങനെ സംശയിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സ്നേഹം അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. ഓക്കെ, ഇപ്പോൾ അവരും അതേ ലെവലിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എത്ര എഫേർട്സ് ഇടുന്നതിലും തെറ്റില്ല എന്നുള്ള ഒരു ഫീലിങ്ങിലേക്ക് അവരെത്തിയിരിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. വോൺസ് വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, മിഥുന രാശി, ജെമിനായി, പൈസസ്, മീനരാശി, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ഇത്രയും രാശികളാണ് അവിടെ കൂടുതലായിട്ട് കണക്റ്റ് ആയിരിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് പൈൽ നമ്പർ 6. 8 ഓഫ് കപ്സ്, സ്ട്രെങ്ത്, 6 ഓഫ് സ്വാർഡ്സ്, 2 ഓഫ് വാൻഡ്സ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ലോങ് ഡിസ്റ്റൻസിലുമാണ്, തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ട്. ഓൺ ആൻഡ് ഓഫായിട്ട് നിങ്ങളെ വന്ന് കണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം ആ ക്ഷമ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ അവർ തേർഡ് പേഴ്സണെ വിട്ട് നിങ്ങളുടെ കൂടെ വരണമെന്നൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഓൺ ആൻഡ് ഓഫ് ആയാലും വന്ന് കണ്ടു പോയിക്കൊണ്ടിരുന്നാൽ മതി. ഈ റിലേഷൻ ഇതേപോലെ ഒരു ബാലൻസിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്ന് തന്നെയാണ് നിങ്ങളും ആഗ്രഹിക്കുന്നത്. അവർ ആ വാക്ക് തന്നിട്ടുമുണ്ട്, ഇങ്ങനെ വന്നു പോയി ലൈക്ക് ഓൺ ആൻഡ് ഓഫ് ആയാലും വന്ന് കണ്ടുകൊള്ളാം എന്നുള്ള രീതിയിൽ. നിങ്ങൾക്ക് ഒരാളുടെ ലൈഫ് സ്പോയിൽ ചെയ്തിട്ട് നിങ്ങൾക്കൊരു ലൈഫ് വേണമെന്നൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. ക്ഷമിച്ചും പുറത്തും നല്ല രീതിയിൽ ഒരു ക്ഷമയോടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തന്നെയാണ്, ഒരു ബാലൻസിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും ആലോചിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ഇവിടെ നിങ്ങളുടെ ഞാൻ നേരത്തെ പ്രൊഫഷൻസ് പറഞ്ഞില്ലായിരുന്നു. ഏത് പൈൽ നമ്പർ 5ൻ്റെ പ്രൊഫഷൻസ് ഞാൻ പറഞ്ഞില്ലായിരുന്നു. നിങ്ങളുടെ പേഴ്സൺ എനിക്ക് കൂടുതലായിട്ടും ബാങ്കിങ് ഇൻഡസ്ട്രി, പൈസ സംബന്ധമായ കാര്യങ്ങൾ, അതിൻ്റെ ഫൈനാൻസ് ആയിരിക്കാം, ബാങ്കിങ് ആയിരിക്കാം. ഓക്കെ, അതേപോലെ സൈക്യാട്രി റിലേറ്റഡ് സൈക്കോളജിസ്റ്റ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. സൈക്യാട്രി റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളുമായിരിക്കാം. വേറെ പ്രൊഫഷനൊന്നും എനിക്കിതിൽ കണക്റ്റ് ആയില്ല കേട്ടോ. എനിക്ക് കൂടുതലായിട്ട് ഈ പ്രൊഫഷൻസാണ് ഇവിടെ കണക്റ്റ് ആവുന്നത്. ഓക്കെ, അതിന് ഞാൻ പറയാൻ വിട്ടുപോയത് ക്ഷമിക്കുക. ഫയൽ നമ്പർ 6 ആർക്ക് നിങ്ങളുടെ പേഴ്സൺ എബ്രോഡ് ആയിരിക്കും, അല്ലെങ്കിൽ ജോഗ്രാഫിക്കൽ ഡിസ്റ്റൻസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. ഓക്കെ, ഗവൺമെൻറ് ജോബ്സ് ചെയ്യുന്ന വ്യക്തികളുമായിരിക്കാം, കടൽ സംബന്ധമായ ജോലികൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കും, ഈവൻ
ഫിഷർമാൻ, മുക്കുവൻ പണി ചെയ്യുന്ന അങ്ങനെയും ആയിരിക്കാം കേട്ടോ. ഷിപ്പിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, മർച്ചൻ്റ് നേവി അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അതേപോലെ വേറെന്താണ്, ഗവൺമെൻറ് ജോബ്സും കണക്റ്റ് ആവുന്നുണ്ട് കേട്ടോ. ഗവൺമെൻറ് ജോബ് അതിൽ ചെയ്യുന്നതുമായിരിക്കാം. എന്ത് തന്നെയായാലും ലോങ് ഡിസ്റ്റൻസ് ആണെന്ന് കാണുന്നു. ഓക്കെ, എബ്രോഡ് ജോലി ചെയ്യുന്ന വ്യക്തികളും ആയിരിക്കാം കേട്ടോ. ദൂരദിക്കിലാണെന്നും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ലിയോ ചിങ്ങരാശിയാണ് ഏറ്റവും കൂടുതൽ കണക്റ്റ് ആയിരിക്കുന്നത്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, അതേപോലെ ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. പിന്നെ വോൺസ് ആണല്ലോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനുരാശി കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ സ്വല്പം ആങ്സൈറ്റി ഇഷ്യൂസും കൂടി ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് കാണുന്നത്. അതും കൂടി ഉണ്ട്, ഓവർ തിങ്കിങ് ഉണ്ട്, അങ്ങനെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ദൂരദിക്കിലിരിക്കുമ്പോഴും കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടും എല്ലാം തുടർച്ചയായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല. ഈ പറഞ്ഞ പോലെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് മാത്രമേ സാധിക്കാറുള്ളൂ. അത് നിങ്ങളുടെ പേഴ്സൺ ഒരു ബോധറേഷൻ ആണെന്ന് തന്നെ കാണുന്നു. ഓക്കെ, ഇന്നൊരു കാര്യം ചെയ്യാം. ഞാൻ ഇത്രയും ഇത് കണക്ട് ആയ സ്ഥിതിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള ഹാൻഡ് റിട്ടൺ ചാനൽ മെസ്സേജസ് കൂടെ എടുത്തു തരാം. ഫുള്ളും വായിക്കാൻ പറ്റുമോയെന്നറിയില്ല, പറ്റുന്നിടത്തോളം നോക്കി തരാം കേട്ടോ. മാരി മീ, ഒരു പ്രപ്പോസൽ വരുന്നുണ്ട് പലർക്കും. ഐ വോണ്ട് ടു ഹഗ് യു ടൈറ്റ്, നിങ്ങളെ നെറുകെ കെട്ടിപ്പിടിച്ചാൽ കൊള്ളാവുന്നുണ്ട് അവർക്ക്. ഡിവൈൻ ടൈമിങ്ങിൽ എല്ലാം ശരിയാകുമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഉറച്ചു വിശ്വസിക്കുന്നു. യു ആൻഡ് മീ കണക്റ്റഡ് ആൻഡ് ബാലൻസ്ഡ് ഇൻ ഹാർമണി. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു നല്ല ബാലൻസിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഐ റിഗ്രറ്റ് മൈ ആക്ഷൻസ്, അവരുടെ തെറ്റാണെന്ന് അവർ പറയുന്നു കേട്ടോ. യു ആർ ദ വൺ ഫോർ മീ, നിങ്ങളാണ് അവർക്കുള്ള വ്യക്തി എന്നവർ തറപ്പിച്ച് പറയുന്നു. ഐ വിൽ റിമെമ്പർ യു ഓൾ മൈ ലൈഫ്, നിങ്ങളെ ഒരു ജീവിതം മുഴുവൻ മറക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ. ബ്ലെസ്ഡ് ടു ഹാവ് യു ഇൻ മൈ ലൈഫ്, നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നത് അവരുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണെന്ന് അവർ വിചാരിക്കുന്നു. നമ്പേഴ്സ് 6, 15, 24. ലെറ്റ്സ് മീറ്റ് ആൻഡ് ബി ഓണസ്റ്റ് വിത്ത് ഈച്ച് അതർ, തമ്മിൽ കണ്ട് തുറന്ന് സംസാരിക്കാമെന്ന് പറയുകയാണ്. ഐ വാസ് മാനിപ്പുലേറ്റിംഗ് യു, നിങ്ങളെ എന്തോ ഒരു പറ്റിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ അവരുടെ ഫീലിങ്സ്, യഥാർത്ഥത്തിലുള്ള ഫീലിങ്സ് അല്ല അവർ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് എന്നാൽ. അപ്പോൾ സത്യം നിങ്ങളോട് തുറന്ന് പറയണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. സ്കോർപ്പിയോ, വൃശ്ചിക രാശി. ഐ തിങ്ക് ഓഫ് യു വെൻ ഐ ഫീൽ ലോസ്റ്റ് ഇൻ ലൈഫ്, ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുമ്പോൾ അവർ നിങ്ങളെയാണ് ആദ്യം ചിന്തിക്കുക. ഐ ലവ് യു, ദാറ്റ്സ് ഗ്രേറ്റ്. ഐ ബറി മൈസെൽഫ് ഇൻ വർക്ക് ടു ഫർഗെറ്റ് അബൌട്ട് യു, നിങ്ങളെ മറക്കാൻ വേണ്ടിയിട്ട് അവർ കൂടുതൽ ജോലി ഏറ്റെടുത്ത് ചെയ്യണം, മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഐ മിസ് യു, നിങ്ങളെ അവർ മിസ് ചെയ്യുന്നു എന്ന് പറയുന്നു. നത്തിങ് റിയലി മേക്ക് സെൻസ് വിതൗട്ട് യു, നിങ്ങൾ കൂടെ ഇല്ലാത്തത് കൊണ്ട് ഒന്നിലും ഒരു അർത്ഥവും ഇല്ല എന്ന് പറയുകയാണ് കേട്ടോ. ഐ നോ യു ആർ ദ വൺ ഫോർ മീ, ഐ ലവ് യു, നിങ്ങളാണ് അവർക്കുള്ള വ്യക്തി എന്ന് അവർക്ക് അറിയാം. അവർ നിങ്ങളെ സ്നേഹിക്കുന്നു. യു ആർ മൈ സ്റ്റാർ, നിങ്ങൾ അവരുടെ താരമാണ്. ട്വിൻ ഫ്ലെയിം, സോൾമേറ്റ്, നിങ്ങൾ അവരുടെ ട്വിൻ ഫ്ലെയിമോ സോൾമേറ്റോ ഒക്കെയാണെന്ന് അവർ കരുതുന്നു. മാനിഫെസ്റ്റിംഗ് യു, നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ട്. പ്ലീസ് ഡോണ്ട് ഗിവ് അപ്പ് ഓൺ മീ, അവരെ വിട്ട് കളയരുത് എന്ന് പറയുകയാണ് കേട്ടോ. ഐ എം ഹെൽപ്ലെസ്, ഐ ഹാവ് റെസ്പോൺസിബിലിറ്റീസ്. ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കാർഡാണ്. ഓക്കെ, അവർ ഹാർട്ട്സ് മിറർ ഈച്ച് അതർ, നിങ്ങളുടെ ഹൃദയങ്ങൾ മിറർ ചെയ്യുന്നു പരസ്പരം. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അവർക്ക് അത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. യു ആർ സോ ബ്യൂട്ടിഫുൾ, ഐ ലോസ്റ്റ് മൈസെൽഫ്, നിങ്ങളുടെ സൗന്ദര്യത്തിൽ അവർ മതി മറന്നുപോയി. ഡ്രൈവിംഗ് മീ ക്രേസി, നിങ്ങളവരെ പട്ടുപിടിപ്പിക്കുന്നു. ഐ വിൽ റിമെമ്പർ യു ഓൾ മൈ ലൈഫ്, നിങ്ങളെ അവരെ ഒരിക്കലും മറക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ. ഐ മിസ് യുവർ വോയിസ്, പ്ലീസ് കോൾ മീ, നിങ്ങളുടെ ശബ്ദം അവർ മിസ് ചെയ്യുന്നു, അവരൊന്ന് വിളിക്കാമോ എന്ന് ചോദിക്കുകയാണ്. നമ്പേഴ്സ് 1, 10, നമ്പേഴ്സ് 9, 18, 27. ഡു യു ലവ് മീ, നിങ്ങളവരെ സ്നേഹിക്കുന്നുണ്ടോ? ഐ കെയർ അബൌട്ട് യു,
നിങ്ങളെപ്പറ്റി അവർക്ക് കെയർ ഉണ്ട് എന്ന് പറയുകയാണ്. യു ആർ എൻ ഏഞ്ചൽ, നിങ്ങളൊരു മാലാഖയാണ് എന്ന് പറയുന്നു. യുവർ ഹാൻഡ്സ് ആർ ബ്യൂട്ടിഫുൾ, നിങ്ങളുടെ കൈകൾ സുന്ദരമാണ് എന്നവർ പറയുന്നു. ഐ എം സ്റ്റക്ക് വിത്ത് തേർഡ് പാർട്ടി. ഞാൻ പറഞ്ഞില്ലേ, ചിലർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, ഫോളിങ് ഫോർ യു, ന്യൂ ലവ് ആണ്. ഹാവ് യു മൂവ്ഡ് ഓൺ, നിങ്ങളവരെ വിട്ടുപോകാൻ തീരുമാനിച്ചോ? കം ബാക്ക് ടു മീ പ്ലീസ്, പ്ലീസ് അവരുടെ അടുത്തേക്ക് തിരിച്ചു വരൂ എന്ന് പറയുകയാണ്. ഐ ക്യാൻ സ്റ്റിൽ ഫീൽ യു, നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് എന്നും പറയുന്നു. യു ആർ മൈ ലവ്, മൈ ലൈഫ്, മൈ വേൾഡ്, നിങ്ങൾ അവരുടെ സ്നേഹമാണ്, ജീവിതമാണ്, ലോകമാണ്. യു ഇല്ലുമിനേറ്റ് മൈ വേൾഡ്, ബി മൈ ലൈറ്റ് ഓൾവേസ്, അവരുടെ ജീവിതത്തിൽ വെളിച്ചമായിട്ട് കൂടെ നിൽക്കൂ എന്ന് പറയുകയാണ്. ഐ വിൽ ഓൾവേസ് ലവ് യു, അവർ നിങ്ങളെ എന്നും സ്നേഹിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നു. ഓക്കെ, അപ്പം ഇത്രയും മതി. ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, ഹൈപ്പും ചെയ്യുക കേട്ടോ. ഹൈപ്പ് ചെയ്താലേ നമുക്ക് നമ്മുടെ വീഡിയോക്ക് ഇത്തിരി റീച്ച് കിട്ടത്തുള്ളൂ. പ്ലീസ് അതും കൂടെ ഒന്ന് ചെയ്തു തരണേ. പേഴ്സണൽ റീഡിങ് വേണ്ടവർ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ വേറൊന്നുമില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.